വീക്ക്ലി പ്രിംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഭയവും ജനിപ്പിക്കുന്നതും ആശങ്ക നൽകുന്നതുമായ കുറേയേറെ വാർത്തകളുമായി മറ്റൊരു ദിവസം കൂടി കടന്നുപോയി. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് ചെകുത്താൻ്റെ സ്വന്തം നാടാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഒരുപാട് വാർത്തകൾ കടന്നു പോകുമ്പോഴും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരമ്മയും 2 കുഞ്ഞുങ്ങളും. ഷൈനിയും 2 കുഞ്ഞുങ്ങളും ട്രെയിനിൻ്റെ മുന്നിൽ. ആ ചിത്രം മനസ്സിൽ നിന്ന് മായുന്നേയില്ല. യഥാർത്ഥത്തിൽ ഏഹ്, ഞാൻ ചില സൈക്കോളജി വീഡിയോകളൊക്കെയുമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സത്യത്തിൽ ഇന്ന് അത്തരം എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. കാര്യം നമ്മളുടെ സോഷ്യൽ സ്ട്രക്ചറും വേൾഡ് ഓർഡറും തന്നെ മാറിപ്പോയി എന്ന് പറയാം. കാരണം അത്യാവശ്യം നോർമൽ ക്രമത്തിൽ പോകുന്ന ഒരു സൊസൈറ്റിയിൽ ആണ് ഇത്തരം അസുഖങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള DSM മാനുവലൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. കാര്യം ഇപ്പം അങ്ങനെ ഒരു ക്രമത്തിൽ പോകുന്ന ഒരു ലോകമേ അല്ല. അവിടെ ഇന്ന് ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ അത്തരം നെഗറ്റിവിറ്റീസ് മാത്രമേ കാണാനുള്ളൂ. ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഒരു വിവാദം കൊണ്ടുവന്നിട്ടാണ് അത് പ്രൊമോഷൻ നടത്തുന്നത് അല്ലേ. എന്ന് പറഞ്ഞ പോലെ എല്ലാം നെഗറ്റിവിറ്റിയിലാണ് കാര്യങ്ങളിരിക്കുന്നത്. എന്തായാലും ഷൈനിയെ കുഞ്ഞുങ്ങളെയും വീണ്ടും ഓർക്കുകയാണ്. അപ്പോൾ ഈ താളക്രമം നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ ഒരമ്മയും 2 കുഞ്ഞുങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നുപോയി. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ വിശ്വാസം അനുസരിച്ച് അവരിന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സ്വർഗ്ഗത്തിൽ ഇരിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവിശ്വാസമില്ലാത്തവരും പലതരം വിശ്വാസങ്ങളുള്ളവരുമൊക്കെ കാണുമായിരിക്കാം. അപ്പോൾ തന്നെ സഭയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും അല്ലെ ഈ അവർക്ക് സഭ ഹോസ്പിറ്റലുകളിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങളും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നതിനോട് പലർക്കും പുച്ഛം തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ദൈവവിശ്വാസം എൻ്റെ ദൈവവിശ്വാസമാണല്ലോ. നമ്മളെല്ലാം ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവരുണ്ടാവും. എങ്കിലും ഒരു സൃഷ്ടിയാണ് ഞാൻ എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള എനിക്ക് ജന്മം നൽകിയ പേരൻസിൻ്റെ കാര്യമല്ല, അല്ലാതെ മറ്റൊന്നുണ്ട്. എനിക്ക് സൂര്യൻ്റെ വെട്ടവും ഈ എന്താ പറയുക, ലോകത്തുള്ള എല്ലാം, ഈ വായുവും ഉൾപ്പെടെ എല്ലാം എൻ്റെ ജീവൻ നിലനിൽക്കുന്നതിനായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതല്ല നൽകി എന്നെ ഇവിടെ ആക്കിയിരിക്കുന്ന ദൈവം. ആ ഒരു വിശ്വാസം, അതായത് സൃഷ്ടാവ് എന്നുള്ള ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിനുള്ള ഒരു പ്രാർത്ഥന അല്ലെ ചില കാര്യങ്ങൾ ചൊല്ലിത്തീർക്കുക എന്നതിലുപരി നാം പ്രകൃതിയിലേക്ക്, നാം ഈ ദൈവവിശ്വാസികളല്ലാത്തവരോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാക്ക് പ്രകൃതി എന്ന് തന്നെയാണ് അല്ലേ. ആ പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഷൈനിയും കുഞ്ഞുങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇത്തരം പീഡനങ്ങൾ സഹിക്കുന്ന ആൾക്കാരുടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന ഇവരുടെ ഒരു മധ്യസ്ഥയായി ഒരു പുണ്യവതിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ മാലാഖമാരായി ഇത്തരം പീഡകൾ ഏതു തരവുമായിക്കോട്ടെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന മാലാഖമാരാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാലാഖമാരായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പീഡനം അനുഭവിക്കുന്നവരുണ്ടല്ലോ. അപ്പം അവരെല്ലാം ഇങ്ങനെയാണോ, അതാണോ, ഇതാണോ, ആത്മഹത്യപാപം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്കുള്ള മറുപടി ഇതാണ്: ഒരുപാട് അതിജീവിതകളുണ്ട്. അവരെപ്പറ്റി എല്ലാം നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിജീവിക്കാനുള്ള എല്ലാ കെൽപ്പും ഉണ്ടായിരുന്ന ഒരു പെണ്ണാണ് ഷൈനി. പക്ഷേ അവർ വഴിവിട്ട ഒരു കാര്യത്തിന് പോലും ശ്രമിച്ചിട്ടില്ല. നേരായ വഴിയിൽ കൂടി അവരെ എല്ലാം പ്രതിരോധിക്കാനും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ അവർ ശ്രമിച്ചു. അതോടൊപ്പം പീഡകളെല്ലാം ഒരു പരാതിയുമില്ലാതെ ഏറ്റുവാങ്ങി എന്നുള്ളതിനേക്കാൾ ഉപരി അവരതിനെ ഫേസ് ചെയ്തു എന്നുള്ളതാണ്. ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണിലേക്ക് പോലും പോകാതെ. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ എല്ലാ രീതിയിലും അവർ ശ്രമിച്ചു. ഈ ലോകം അവർക്ക് നൽകിയത്, അത് അവരുടെ കുഞ്ഞുങ്ങളുടെ അപ്പനായാലും ആ ഫാമിലി ആയാലും അവരുടെ സ്വന്തം കുടുംബക്കാരായാലും ഇനി അവരാരെയൊക്കെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഒരു കൈ സഹായത്തിന് സഹായിക്കാൻ പറ്റുമായിരുന്നവർ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അവർ നേരായ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. ഈ ലോകത്തിൻ്റെ ദുഷ്ടത ഇല്ലെന്ന് വേറൊരു നിവൃത്തിയില്ലാതെ അവർ തൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള അതിജീവിതകളെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഈ ഒരു അതിജീവിത വേറെ ഒരു അതിജീവിതയാകാൻ വേണ്ടിയല്ല, അവർ അങ്ങനെ ഒരു മധ്യസ്ഥയാകാൻ വേണ്ടി തന്നെ ജനിച്ചവളാണ് എന്ന് പറയേണ്ടി വരും. കാര്യം അത്രയും അനുഭവിച്ചിട്ട് സമനില തെറ്റാതെ അവർ പരിശ്രമിച്ചതിന് അതിരുകളില്ല.
ആ കുട്ടികളെ നെഞ്ചോട് അടുക്കി അവരവിടെ നിൽക്കുമ്പം ഒരമ്മ സഹിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായും ഒരു പുണ്യവതി പീഡനമായി അനുഭവിക്കുന്നവരുടെ ഒരു മധ്യസ്ഥ എന്നതിൽ കുറഞ്ഞ ഒന്നും എനിക്ക് ഷൈനിയുടെ ഒരു ഉയർപ്പിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഈ പീഡകളെല്ലാം സഹിച്ചത് അവരൊരു മഹത്വത്തിലേക്ക് ഉയരാൻ വേണ്ടി തന്നെയാണ് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് ജാതിയായാലും മതമാണേലും ഒരു കർമ്മത്തിനൊരു ഫലമുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാം അറിഞ്ഞു തിരിഞ്ഞ് ആ കർമ്മഫലത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഈ കലികാലം, കലി എന്ന് പറയുന്നത് ആങ്കറല്ല, അഗ്രഷനാണ്. അതല്ലാതെ ഒന്നും കാണാനില്ല നമ്മളുടെ ഈ ലോകത്ത്. അവിടെ നിന്നും ഷൈനി കടന്നുപോയി അങ്ങനെ അല്ലാത്ത ഒരു നിത്യതയിലേക്ക് തന്നെയാണ്. അപ്പോൾ നിത്യതയിൽ ഷൈനിയും കുഞ്ഞുങ്ങളെയും നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കണം. അതുകൊണ്ട് ഈ കലികാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറാതെ, ഈ ചെകുത്താൻ്റെ സ്വന്തം നാട്ടിൽ കുട്ടി ചെകുത്താന്മാരാകാതെ നമുക്കെല്ലാം കുറെ കൂടി പ്രകൃതിയിലേക്കും സാധാരണ ജീവിതത്തിലേക്കും വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ഉപേക്ഷിച്ച് കുറേ നന്മകൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അറ്റ്ലീസ്റ്റ് കലിയിൽ പെടാതെ നമുക്ക് നമ്മെ തന്നെ സംരക്ഷിക്കാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നിടം വരയ്ക്കും.